എന്തെന്നാൽ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഓടിക്കോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാ വരുന്നു ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ച ധീരൻ. ഒരിക്കൽ സമോസയ്ക്കകത്ത് എങ്ങനെ ഉരുളക്കിഴങ്ങ് വന്നു എന്ന് ചിന്തിച്ച് ചിന്തിച്ച് തല ഉണ്ടാക്കിയവൻ, ഹോളിക്ക് പടക്കം പൊട്ടിക്കുന്നവൻ, ദീപാവലിക്ക് നിറവടിക്കുന്നവൻ. ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ ചേട്ടൻ കഴുത ശശി. കഴുത ശശി, കഴുത ശശി, അടികൈ. നിങ്ങൾ എന്തിനാടാ എന്നെ ഇവിടെ ഇരുത്തിയത്? നിങ്ങളെ കൊണ്ട് തോറ്റു. കഴുതകൾക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ഇരിക്കേണ്ടത് അവിടെയാണ്. ഓഡിയൻസ് ആയ നിങ്ങൾ വന്നിരിക്കേണ്ടത് ഇവിടെയാണടാ. സോറി ചേട്ടാ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു? ഞാൻ അതിന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം കിട്ടാനുള്ള സമയമായിരിക്കുകയാണ്. അതെയോ? എങ്കിൽ വേഗത്താ. പിന്നെ എന്റെ പാത്രത്തിലെ ചമ്മന്തി കൂടുതൽ ഒഴിച്ചോ? നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഇതുകൊണ്ടാണ് നാട്ടുകാർക്ക് നമ്മളെ ഒരു വിലയുമില്ലാതെ പോയത്. ദിവസം മുഴുവൻ നമ്മൾ എല്ലുമുറിയെ പണിയെടുക്കുകയാണ്. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നു ബുദ്ധിയില്ലാത്തവരെന്ന്. എല്ലാം മനസ്സിലായി ചേട്ടാ. എങ്ങനെ മനസ്സിലായെന്ന് ഞാനതിന് പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. ഇനി നാട്ടുകാരോട് പോയി നിങ്ങൾ പറയൂ, ഞങ്ങൾ ആരെക്കാളും ഒട്ടും താഴ്ന്നവരല്ല എന്ന്. I am not a Kaida. Get you donkey, not a Kaida. My name is Donkey. I am not a Kaida. മര്യാദയ്ക്ക് പറടാ. എന്തൊരു സുഖമാണ്. ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഡാൻസ് ആണിത്. എന്തിനാടാ ചാനൽ മാറ്റിയത്? ആരോട് ചോദിച്ചോടാ ചാനൽ മാറ്റിയത് നീ? റിമോട്ടിങ് എത്താ. ഇന്ന് ഖോഖോ മാച്ചിന്റെ ഫൈനലാണ്. എനിക്കത് കണ്ടേ പറ്റൂ. അത് നീ പോയി റേഡിയോയിൽ കണ്ടാ മതി. കാരണം ടിവിയിൽ ഇന്ന് ഡാൻസ് ഷോ മാത്രമേ കാണുന്നുള്ളൂ. റിമോട്ട് എനിക്ക് താ. എനിക്ക് ഉടൻ തന്നെ കുക്കിംഗ് ഷോ കാണണം. എനിക്ക് താ. വഴക്ക് കൂടുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? എന്നെ തല്ലുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. വേണ്ട കൊച്ചളിയ, വഴക്ക് കൂടുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഹായ് കൂട്ടുകാരെ. ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്കഗുളി കഴിക്കൂ. എന്നാൽ പുറത്ത് മാത്രം പോകരുത്. കാരണം പുറത്ത് കഴുതകൾ പ്രശ്നമുണ്ടാക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെയാണല്ലോ ഉള്ളത്. നിന്നേക്കാളും മണ്ടന്മാരായ കഴുതകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ കഴുതകൾ ഒന്നിച്ചു വന്ന് ഇപ്പോൾ നഗരത്തെ തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ്. ദിവസവും കുളിച്ചില്ലെങ്കിൽ തലയിലുണ്ടാകും പേന്. കഴുതകൾ എല്ലാവരും കൂടി നഗരം പിടിച്ചെടുത്തിരിക്കുകയാണ്. അടികൈ. എന്നിട്ട് എല്ലാവരും എന്റെ കൂടെ വാ. നമ്മൾ എങ്ങനെയെങ്കിലും നഗരത്തെ രക്ഷിച്ചേ മതിയാകൂ. വേഗം വാ. ഇനി ഇത് നമ്മുടെ രാജ്യമാണ്. ഒരുത്തനെയും ഇവിടുന്ന് വെറുതെ വിടരുത്. അതെ, ഡാച്ചു ഡാച്ചു എന്ന് പറ. അങ്ങനെയല്ല, മിയാവുന്നല്ല. ഡാച്ചു ഡാച്ചു എന്ന് പറ. അതെ, ഞാൻ പൂച്ചയാണ്, കഴുതയല്ല. I am not a കഴുത. Say to donkey, not a കഴുത. My name is donkey. I am not a കഴുത. അല്ല, എന്താ ഇത്? സമയം എത്രയായി? 2:25. നീ ഒരു സംഭവം തന്നെയാ. നീ ഒരു 3:15 ആയി എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയി പോയേനെ. പോപ്പട്ടെ, നീ എപ്പോഴും എന്നോട് പറയാറില്ലേ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, നീ കഴുതയാണെന്ന്. നിന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, നീ കഴുതയാണെന്ന്. സത്യത്തിൽ ഇന്ന് കഴുതകളെ കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നുന്നു. എന്താ പോപ്പട്ട അങ്ങനെ പറഞ്ഞോ? അത്രയ്ക്ക് ധൈര്യമോ? ഇവൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇവൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. ഞാൻ എപ്പോഴെങ്കിലും തമാശ പറഞ്ഞാ ഇവൻ എന്നോട് പറയും, നീ എന്താടാ കഴുതകളെ പോലെ തമാശ പറയാണെന്ന്. നമ്മളെ ഇത്രയ്ക്ക് അപമാനിച്ചോ ഈ വൃത്തികെട്ട പോപ്പറ്റ്? വേഗം പോയി പിടിക്കടാ പോപ്പറ്റിനെ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store.
നമുക്ക് പണി കിട്ടിയെന്നാ തോന്നുന്നു. വേഗം വാ, അവിടുന്ന് രക്ഷപ്പെടാം. ഇതെന്താ ഇത്? എന്തോ അകത്തോട്ടെന്നാ തോന്നുന്നത്. കടിച്ചു. അയ്യോ. അവൻ മരി വഴിക്ക് പോയെന്നാ തോന്നുന്നത്. എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ എവിടെ പോയി? രക്ഷപ്പെട്ടു. എടാ വെണ്ണക്കൽ ശില്പങ്ങൾ പോലും നമ്മളെ കണ്ടിട്ട് പേടിച്ചോടുകയാണ്. അപ്പൊ നമ്മള് ജയിച്ചിരിക്കുകയാണ്. എടാ മണ്ടായത് അവന്മാരാ, പിടിക്കവന്മാരെ. അയ്യോ, ഇവിടെ പോയി വിളിക്കാം. കൂട്ടുകാരെ, ഇവിടെ അകത്തേക്ക് വാ, വേഗം അകത്തേക്ക് വാ. എടാ ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെ തന്നെ എവിടെങ്കിലും കാണുവന്മാര്. ഇവന്മാരെ എവിടേക്കാ പോയത്? ഇതെന്താ ഇത്? ആശി, ദേ അതാ പോകുന്നു. അയ്യോ ഹാ. വാടകരെ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ബൈ ബൈ. അങ്ങോട്ട് നോക്കേ, യവന്മാരിൽ ഒരുത്തെന്താ അവിടെ ഉണ്ട്. ചേട്ടൻ റെസ്റ്റ് ഉപയോഗിക്കണോ? എന്നാ പിടിച്ചോ. അകത്ത് കയറിക്കോ. എടാ പ്രശ്നം കയ്യിൽ ഒതുങ്ങില്ല. ഇനി ഈ കഴുതകളെ ഈ നഗരത്തിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവരെ ഓടിക്കാനായിട്ട് നമുക്കൊരു തകർപ്പൻ ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. തകർക്കാൻ മാത്രം ഐഡിയ എവിടുന്ന് കിട്ടും? ബോംബ് വെച്ചാണ് തകർക്കാൻ പോകുന്നത്? ഓ, ഇന്നത്തെ ദിവസം ഒരു ഒടുക്കത്തെ ദിവസമാ. കാരണം കൂട്ടുകാരനായിട്ട് ഒരു കഴുതയുണ്ട്, ശത്രുക്കളായിട്ടും കഴുതകളുണ്ട്. നീ ഇങ്ങനെ പണിയെ പറയരുത്. കാരണം അവന് ദേഷ്യം വന്ന അവൻ എന്താ ചെയ്യാന്ന് അവനെന്നെ അറിയില്ല. കൂട്ടുകാരെ, ഈ കഴുതകളെ നഗരത്തിൽ നിന്നും ഓടിക്കുവാനായിട്ട് എന്റെ കയ്യിൽ ഊഗറിന് ഒരു ഐഡിയ ഉണ്ട്. വേഗം വാ. ഈ നാട്ടിലെ ജനങ്ങളെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ. എങ്ങനെ മനസ്സിലായെന്ന് അതിന് ഞാൻ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മളെ ഒന്നിനും കൊള്ളാത്തവരെന്നല്ലേ ഇവര് പറയുന്നത്. നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. ഏ എന്തായി കാണിക്കുന്നേ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞേ നമുക്ക് പണി അറിയാവുന്ന കാണിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങള് കാണിച്ചു കൊടുക്കുക. ഓ, തോറ്റു ഞാൻ. എടാ ഈ പണിയൊക്കെ അവരെ കൊണ്ടെടുപ്പിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ഇവനെയൊക്കെ കൂടെ വെച്ച് ഞാൻ എങ്ങനെ ഭരിക്കും? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്കുക, കാണട്ടെ. ഹണി, സോർദാർ, പോപ്പട്ട്, വേഗം കൊണ്ടുവാ. ഇത് കണ്ടോ? നിങ്ങൾ ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നോ? അവർ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അവർക്ക് സമരം വേണ്ടെന്നാ പറയുന്നത്. എടാ ബുദ്ധിയില്ലാത്ത കഴുതകളെ, നിങ്ങൾ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയല്ല. അവർ മാത്രമല്ല, നിങ്ങളൊന്ന് പുറകോട്ട് നോക്കൂ. എന്റെ കൂട്ടുകാരെ, എന്തായാലും നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളിപ്പോ എന്നെ പോലെ സംസാരിക്കുകയാണോ? എന്റെ നേർക്ക് നീ കൈ ചൂണ്ടുന്നോ? ഇവൻ എന്നെ പേടിപ്പിക്കുകയാണെന്ന് തോന്നണേ. എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങളുടെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടാവാം. പക്ഷെ ഞങ്ങളുടെ കണ്ണാടി അല്ല, കൺമുന്നിൽ ഈ വശത്ത് കൂടെ പോകാൻ വഴിയുണ്ട്. വേഗം പൊക്കോ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള കഴുതകൾ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. എന്താ കൂട്ടുകാരെ, നമുക്ക് രക്ഷപ്പെടാമെന്നാണോ? എടാ എന്തിനാടാ ഓടുന്നത്? ഓടാൻ ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞേ ഇല്ലല്ലോ. ഓടിക്കോ. താങ്ക് യു ഹണി ബണി. താങ്ക് യു സോർദാർ പോപ്പട്ട്. എപ്പോഴത്തെ പോലെ ഇപ്പോഴും നിങ്ങൾ നഗരത്തെ രക്ഷിച്ചു.